ശൗലിന്റെ മരണത്തെക്കുറിച്ചുള്ള 2 വിവരണങ്ങൾ. ശമൂവേലിന്റെ 1-ാം പുസ്തകം അധ്യായം 31. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേല്യർ ഫിലിസ്ത്യരോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവന്റെ പുത്രന്മാരായ ജോനാഥാനെയും അബീനാദാബിനെയും മൽക്കിഷുവായെയും വധിച്ചു. സാവൂളിനു ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു. വില്ലാളികൾ അവന്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക. പക്ഷേ അവനത് ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു. സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊത്തു മരിച്ചു. ഇങ്ങനെ സാവൂളും 3 പുത്രന്മാരും ആയുധവാഹകനും മറ്റാളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം അധ്യായം 1. സാവൂളിന്റെ മരണത്തിനു ശേഷം ദാവീദ് അമലേക്യരെ കീഴടക്കി. മടങ്ങിവന്ന് സിക്ലാഗിൽ 2 ദിവസം പാർത്തു. 3-ാം ദിവസം സാവൂളിന്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പുഴി വാരിയിട്ടും കൊണ്ടും ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്നവൻ മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, എന്തുണ്ടായി? പറയൂ. അവൻ മറുപടി പറഞ്ഞു, നമ്മുടെ സൈന്യം തോറ്റോടി, ഒട്ടേറെ പേർ മരിച്ചു വീണു. സാവൂളും മകൻ ജോനാഥാനും കൊല്ലപ്പെട്ടു. ദാവീദ് അവനോട് ചോദിച്ചു, സാവൂളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു, യാദൃച്ഛയ ഞാൻ ഗിൽബോവ കുന്നിലെത്തി. അവിടെ സാവൂൾ കുന്തമൂന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു. ഞാൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, നീ ആരാണ്? ഒരു അമലേക്യൻ, ഞാൻ മറുപടി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, വന്നെന്നെ കൊല്ലുക. ഞാനിതാ വേദന കൊണ്ട് നീറുന്നു, എൻ്റെ പ്രാണൻ വിട്ടു പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി. കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥാനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യവരെ ഉപവസിക്കുകയും ചെയ്തു. ബൈബിളിൽ ശൗലിന്റെ മരണത്തെക്കുറിച്ച് 2 വ്യത്യസ്ത വിവരണങ്ങളുള്ളതുകൊണ്ട് ഏതാണ് സത്യം എന്ന് ഉറപ്പിച്ചു പറയാൻ പ്രയാസമാണ്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റില്ല. ബൈബിൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് തെറ്റുപറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബൈബിളിലും തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. ഈ വീക്ഷണം വെച്ച് നോക്കുമ്പോൾ ബൈബിളിൽ തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടാൽ അത് പരിശുദ്ധാത്മാവിനും തെറ്റുപറ്റിയതിന് തുല്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം?